നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യയിൽ 2024 ജനുവരി 22 നടക്കുന്ന പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് അയോധ്യ പ്രാണപ്രതിഷ്ഠ അക്ഷതം കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഭക്തർ ഇന്നലെ ഏറ്റുവാങ്ങുകയുണ്ടായി. ഇന്നലെ നടന്ന ചടങ്ങിൽ വിശ്വ ഹിന്ദു പരിഷത്ത് കൊട്ടാരക്കര പ്രഖണ്ഡ് പ്രമുഖ് ഗോപാൽജി, ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ഷൺമുഖൻ, സെക്രട്ടറി സ്മിത രവി എന്നിവർ സംസാരിച്ചു. राम जय जय राम श्री राम जय 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 राम जय जय राम. ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ആമുഖമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു, നാം എന്തിനാണ് ചിരപുരാതനമായിട്ടുള്ള ഈ മഹാഗണപതി ക്ഷേത്രത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നത്. നമ്മുടെ നിരവധി വർഷങ്ങളുടെ കാത്തിരിപ്പ്, നമ്മുടെ മാത്രമല്ല നമ്മുടെ പൂർവികരുടെ, അച്ഛനപ്പന്മാരുടെയൊക്കെ കാലഘട്ടം മുതലുള്ള വലിയൊരു കാത്തിരിപ്പിനാണ് വിരാമമിടാൻ പോകുന്നത്. 1857 മുതൽ ഏകദേശം 464 വർഷം നീണ്ടുനിന്ന വൈദേശിക ആക്രമണത്തിൻ്റെ ഭാഗമായി ഭാരതത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ ചരിത്രത്തിൻ്റെ മുമ്പിൽ എക്കാലവും മുന്നിൽ നിൽക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള അയോധ്യ, ആ അയോധ്യയിൽ നിലനിന്നിരുന്ന വളരെ പൗരാണികമായിട്ടുള്ള ആ ക്ഷേത്രത്തെ ബാബർ എന്ന വൈദേശികൻ തൻ്റെ നിർദ്ദേശപ്രകാരം ദിവസങ്ങളോളം എടുത്ത് 24 ദിവസം നീണ്ടുനിന്ന യുദ്ധം, ഏകദേശം 3 ലക്ഷത്തിൽ പരം ഹൈന്ദവ വിശ്വാസികളാണ് പല ഘട്ടങ്ങളിലായി അയോധ്യയിൽ വീരമൃത്യു വരിച്ചതെന്ന് ചരിത്രത്തിലുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ആ ചരിത്രത്തെ പഠിക്കാൻ, ചരിത്രത്തെ മനസ്സിലാക്കുവാൻ, അയോധ്യ എന്തായിരുന്നുവെന്നും അയോധ്യയുടെ ചരിത്രം എന്താണെന്നും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആരാണെന്നുമെന്നും പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള ഒരു സാഹചര്യം ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ നമുക്കില്ലായിരുന്നു. ഇന്ന് കഴിഞ്ഞ നിരവധി വർഷമായി നമ്മൾ നടത്തുന്ന വലിയൊരു സമരമുഖത്തിൻ്റെ, ഇതിൽ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും, 1980 വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ, ഭാരതമൊട്ടുക്ക് നടത്തിയ വലിയ ഒരു പ്രക്ഷോഭ പരിപാടി. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം അത് സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു നീക്കം ഒരു കാലഘട്ടത്തിൽ നടത്തിയിരുന്നു. പക്ഷെ അന്നതിൽ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചില്ല. ആ സമരം തുടർന്ന് മുന്നോട്ട് പോയി. പിന്നീട് നമ്മൾ കണ്ടത് 1990കളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അന്നത്തെ അധ്യക്ഷനായിരുന്ന ശ്രീ ലാൽകൃഷ്ണ അദ്വാനി നടത്തിയ രഥയാത്ര. ആ രഥയാത്രയും ഒരു പക്ഷെ നമുക്കന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല.
അത് UP-യിൽ കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ആ രഥയാത്രയെ തടയുവാൻ അന്നത്തെ സർക്കാരിന് സാധിച്ചു. പിന്നീട് നടന്ന 3 ഘട്ടങ്ങളിലായിട്ട് നടന്ന കർസേവയും ആ കർസേവയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച നിരവധി ആളുകൾ ഒരുപക്ഷെ ഈ കൂട്ടത്തിലുണ്ടാവാം. നമ്മൾ ഉദ്ദേശിച്ചതും മറ്റൊന്നുമല്ല, ഭാരതത്തിലെ വളരെ പൗരാണികമായിട്ടുള്ള 3 ക്ഷേത്രങ്ങൾ, അത് കാശിയും അയോധ്യയും മധുരയും ഒക്കെ തന്നെ നമ്മുടെ അവകാശങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ആരാധനയുടെ മുമ്പിലൊക്കെ ഒരു ചോദ്യചിഹ്നം പോലെ, ഹിന്ദു സമൂഹത്തെ, ഹിന്ദു പാരമ്പര്യത്തെ പുച്ഛിച്ച് കാണുന്ന തരത്തിലുള്ള ഒരു സമീപനം പോലെ നമ്മെ ഭരിച്ചിരുന്ന ഭരണകർത്താക്കൾ, അത് കേന്ദ്രമാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും ഒക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ സംവിധാനത്തിൽ നിന്ന് വലിയൊരു മാറ്റമുണ്ടായത് ഞാൻ ഈ സൂചിപ്പിച്ച വർഷങ്ങളിൽ നടന്ന വലിയ സമരമുഖങ്ങളും തുടർന്ന് നടന്ന സംഘനിരോധനവും ഒക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചവർക്കറിയാം. ആ കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് അയോധ്യയിൽ അതിനുശേഷം ഈ വിഷയം സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയ സമയത്ത്, അതിനു മുമ്പ് രാഷ്ട്രപതി ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ എടുക്കാൻ എന്തുകൊണ്ട് കോടതിക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയർന്ന സമയത്താണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു മലയാളിയായിട്ടുള്ള KK മുഹമ്മദ് എന്ന് പറയുന്ന മലപ്പുറത്തുകാരനാണ് പിന്നീട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം എന്താണ് അയോധ്യയെന്നും അയോധ്യയുടെ ചരിത്രം എന്താണെന്നും അയോധ്യയിൽ എന്താണ് നിലനിന്നിരുന്നതെന്നും ബാബർ എന്ന് പറയുന്ന വൈദേശികൻ ഭാരതത്തെ കീഴ്പ്പെടുത്താൻ കടന്നു വന്നുകൊണ്ട് ശ്രീരാമ ജന്മഭൂമി എങ്ങനെയാണ് ഒരു കലുഷിത ഭൂമിയാക്കി മാറ്റിയത്, അവിടെ മറ്റ് ദേവാലയമുള്ളതായിട്ട് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. ഈ തെളിവ് കൊടുത്തതും മറ്റൊരു ദൈവവിശ്വാസിയാണ് എന്നുള്ളത്. പക്ഷെ അദ്ദേഹം ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്, വ്യക്തിയായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അയോധ്യ എന്ന് പറയുന്ന രാമക്ഷേത്രം അത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സുപ്രീം കോടതി വിധി ഉണ്ടായ സമയത്ത് അതിനെ തുടർന്ന് കഴിഞ്ഞ 1.5 വർഷക്കാലം കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം. ഫെബ്രുവരി മാസത്തിലാണ് കേരളത്തിൽ നിന്ന് കർസേവയിൽ പോയ ആളുകൾക്ക് പങ്കെടുക്കാനുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കതിനനുസരിച്ച് നമുക്കതിൻ്റെ നിർദ്ദേശങ്ങൾ വരുന്നുണ്ടാവും. ആ കർസേവയിൽ പോയിട്ടുള്ള ഏകദേശം 300-നടുത്ത് സംഖ്യയിൽ കൊല്ലം ജില്ലയിൽ നിന്ന് പോയിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമുക്ക് ട്രെയിൻ വഴി 2 ദിവസക്കാലം, നമ്മൾ പോകുന്ന 2 ദിവസവും അതുപോലെ തന്നെ തിരിച്ചു വരുന്ന 2 ദിവസവും അവിടെ 2 ദിവസം നമുക്ക് താമസിക്കത്തക്ക രീതിയിലുള്ള സംവിധാനത്തോടു കൂടിയുള്ള അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഏത് സന്ദർഭത്തിലും അതിൻ്റെ വിവരം വരുമ്പോൾ അതിൻ്റെ റിസർവേഷൻ പൂർത്തിയാക്കുവാൻ അതിലാദ്യം പോകാൻ അനുവാദം കിട്ടിയിരിക്കുന്നത് ഈ പറയപ്പെടുന്ന കർസേവകർക്കാണ്. ഞാനും കർസേവയിൽ പോയ ആളാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായി, ചരിത്രത്തിൻ്റെ ഭാഗമായി ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൽ കേരളത്തിലൊക്കെ നടന്നിട്ടുള്ള വലിയ ചരിത്ര മുഹൂർത്തങ്ങളുണ്ട്. 92-ലെ സംഘനിരോധനം, ആ സംഘനിരോധനം വന്നതുമൊക്കെ തന്നെ അയോധ്യയിൽ ഈ പറയപ്പെടുന്ന തർക്കമന്ദിരം പൊളിച്ചു എന്നുള്ള പേരിൽ സംഘമെന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അന്ന് നിരോധിച്ചതാണ്. പങ്കെടുക്കാൻ ഭഗവാൻ നമുക്ക് പങ്കെടുക്കാനും ഇതിൽ ഈ പരിപാടി പങ്കെടുക്കാൻ പറ്റിയതിൽ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാൻ പറ്റിയ ഇതിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവർക്കും ഭഗവാന്റെ പേരിൽ ആശംസ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു.
ശ്രീരാമ